ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ ന്യൂസ് പേപ്പർ വെച്ചിട്ട് സ്റ്റിച്ചിങ് മെഷീനിൽ ചെയ്യുന്ന ഒരു ട്രിക്കാണ് കാണിക്കുന്നത്. ഇപ്പം നമ്മുടെ ഏതെങ്കിലും ബനിയൻ ടൈപ്പ് തുണികൾ, ലെഗിൻസ്, ബനിയനുകൾ ഇതൊക്കെ നമുക്ക് തയ്ക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മെഷീനിൽ സ്റ്റിച്ച് വീഴില്ല അല്ലേ, ലൂസായി വരും, അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് സ്റ്റക്കാവും, സ്റ്റിച്ച് പ്രോപ്പറായിട്ട് വീഴില്ല, അങ്ങനെ പ്രശ്നമുണ്ട്. അപ്പം ഞാനിപ്പോൾ എടുത്തിരിക്കുന്നൊരു പാൻറ്റാണ് എടുത്തിരിക്കുന്നത്. ബനിയൻ തുണിയുടെ തന്നെ പാൻറ്റാണ്, ലെഗിൻസ് ടൈപ്പുള്ള, ലെഗിൻസ് അല്ല, സ്ട്രെയിറ്റ് പാൻറ്റിൻ്റെ തന്നെ ബനിയൻ തുണിയിലുള്ളതാണ്. അപ്പോൾ അതൊന്ന് കട്ട് ചെയ്ത്, അപ്പോൾ ലെങ്ത്ത് കൂടുതൽ, അപ്പോൾ കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. അപ്പോൾ നമുക്കിനി അടിക്കണമെങ്കിലും കട്ട് ചെയ്ത് മാറ്റുകയാണെങ്കിലും മടക്കി അടിക്കുന്നതാണെങ്കിലും നമുക്ക് ഈ ബനിയൻ തുണികൾ വളരെ പ്രയാസമാണ് അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ന്യൂസ് പേപ്പർ എടുത്തിട്ട് ഒരു 1-2 ഇഞ്ച് വീതിയിൽ കുറച്ച് നീളത്തിൽ അങ്ങോട്ട് കട്ട് ചെയ്തെടുക്കാം. ഇത് കണ്ടത്, ഇതുപോലെ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ അത് ഇതും ഇങ്ങനെ കുറച്ച് കട്ട് ചെയ്തെടുക്കുക. അതായത് നമുക്ക് എത്ര തയ്ക്കണോ ആ ഭാഗത്ത് നമുക്ക് വെച്ച് കൊടുക്കാനാണ്. പഴയ ന്യൂസ് പേപ്പർ തന്നെ മതി, അല്ലാണ്ട് കൂടുതലൊന്നും വേണ്ട. വീതി ഒരു 1-1.5 ഇഞ്ച് വീതി വേണമെന്ന് മാത്രമേ ഉള്ളൂ. നീളം കുറച്ച് കൂടുതലായിക്കോട്ടെ. ഓക്കെ, എന്നിട്ട് ഇങ്ങനെ മടക്കി വെച്ച ശേഷം അതിൻ്റെ മേലെയാണ് നമ്മൾ ഈ ന്യൂസ് പേപ്പർ വെക്കേണ്ടത്. എന്നിട്ട് നമുക്ക് അടിച്ചു പോവാം. വളരെ സ്മൂത്തായിട്ട് തയ്ച്ചു പോകാൻ പറ്റും കേട്ടോ. ശരിക്കും അപ്പം നന്നായിട്ട് സ്റ്റിച്ച് വീഴും, നമുക്ക് അടിപൊളിയായിട്ട് തയ്ക്കാൻ പറ്റും. അവസാനം ആ ന്യൂസ് പേപ്പർ പറിച്ചു കളയാൻ ബുദ്ധിമുട്ടൊന്നുമില്ല, കാരണം ന്യൂസ് പേപ്പർ ഇങ്ങനെ തൊടുമ്പോൾ തന്നെ ഒറ്റ വലിയ തന്നെ പോകുമല്ലോ. അപ്പോൾ അതും ഒരു ബുദ്ധിമുട്ടല്ല. അപ്പോൾ അത് മടക്കി വെക്കുക, അതിൻ്റെ മേലെ ന്യൂസ് പേപ്പറിൻ്റെ പീസ് വെക്കുക. പിന്നെ ഇത് ഉൾവശത്താണ് വെക്കേണ്ടത്. നമ്മൾ ഉൾവശത്താണല്ലോ നമ്മൾ ഇത് വെക്കുന്നത്. കണ്ടോ, അത് നോക്കിക്കണ്ടോ, പ്രിൻ്റ് ഇല്ലാത്ത പോർഷനിലാണ് ഇത് വെക്കുന്നത്. നമ്മളെപ്പോഴും മടക്കി അടിക്കുക, അല്ലെങ്കിൽ അടിമറിച്ചടിക്കുക, അല്ലെങ്കിൽ ചെറുതാക്കുക എന്നൊക്കെ പറയുന്നത് ചെയ്യുന്നത് ഉൾവശത്താണ്. അപ്പോൾ ഉൾവശത്താണ് നമ്മളത് വെക്കുന്നത്. എന്നിട്ട് നമുക്കിത് ഇതുപോലെ അടിച്ചു കൊടുക്കാം. വീഡിയോ ഇഷ്ടമൊക്കെ ഷെയർ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇത് വീണ്ടും ബാക്കിയുള്ള ഭാഗം കൂടി ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. കുറച്ച് കട്ട് ചെയ്തങ്ങ് വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ഓരോരോ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ എടുത്ത് ചെയ്താൽ നമ്മൾ ബനിയൻ തുണികൾ വെച്ച് ചെയ്യുന്ന എന്തെങ്കിലുമൊക്കെ ചെയ്യുകയാണെങ്കിൽ, ഇപ്പോൾ ചെറുതാക്കണം, ലെഗിൻസ് വലുതാക്കണം, അങ്ങനെ അല്ലെങ്കിൽ ടീഷർട്ടുകൾ ചെറുതാക്കണം എന്നൊക്കെ പറയുമ്പോൾ ചെയ്യേണ്ട കാര്യമാണ്. അപ്പോൾ ഞാൻ തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാന്ന് പറഞ്ഞത് കണ്ടല്ലോ, അത് ആ സൈഡിൽ നിന്ന് എല്ലാ സൈഡിൽ നിന്ന് ഒറ്റ വലിയങ്ങ് വലിച്ചാൽ മതി. അത് തുണിയോ നമ്മുടെ സ്റ്റിച്ചൊന്നും കീറിപ്പോവില്ല. പേപ്പർ ഇത് കണ്ടോ, നല്ല വശത്തെ തയ്യൽ കണ്ടോ, ഇത് ഉൾവശത്തെ തയ്യൽ, നമ്മൾ തയ്യലല്ല, ആ ഒരു ന്യൂസ് പേപ്പർ ഇങ്ങനെ ഒന്ന് വലിച്ചങ്ങോട്ട് കളഞ്ഞാൽ മതി, സ്മൂത്തായിട്ട് അങ്ങോട്ട് പോകുന്നോളും. അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ ഒരു ടിപ്പ് എല്ലാവർക്കും ഈസി ആയിട്ട് നോക്കണം. എല്ലാവർക്കും അറിയാമായിരിക്കും ഈ ഒരു ടിപ്പ്. അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു ടിപ്പ് ഞാൻ ഇട്ടത്. വീഡിയോ ഇഷ്ടമൊക്കെ ഷെയർ ചെയ്യാൻ മറക്കരുത്. ഏത് സ്റ്റിച്ചിങ് മെഷീൻ ഇത് ചെയ്യാം കേട്ടോ. ഇതിപ്പോൾ ഈ ഒരു മെഷീനല്ല, ടേബിൾ ടോപ്പ് എന്നല്ല, ഏത് ജാക്കിൻ്റെ മെഷീനിൽ, മെറിറ്റിൻ്റെ മെഷീനിൽ, സിംഗാറിൻ്റെ ചവിട്ടുന്ന മെഷീനിൽ എല്ലാത്തിനും ഇത് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. കണ്ടല്ലോ, സ്റ്റിച്ച് കണ്ടല്ലോ. അപ്പോൾ വീഡിയോ ഇഷ്ടമൊക്കെ ഷെയർ ചെയ്യാൻ മറക്കരുത്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എല്ലാവരും ഈ ഒരു ടിപ്പ് ഒന്ന് ചെയ്ത് നോക്കുക. അടുത്ത വീഡിയോ ആയിട്ട് വരാം. താങ്ക്